കടം ഇല്ലാതെ ജീവിക്കണം. 5 പൈസ കടമില്ലാതെ ജീവിക്കണം. മരിച്ച എൻ്റെ ഉപ്പാന്റെ മയ്യത്തിന്റെ അടുത്തുനിന്ന് ഒരു ഉസ്താദ് പറയാ, എന്ത് ആചാര്യം മരിച്ചിട്ടുണ്ട്, നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, വാക്കാൽ വല്ല പൊരുത്തക്കേട് വർത്തമാനങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഇനി സാമ്പത്തികമായിട്ട് വല്ലതുണ്ടെങ്കിൽ മൂത്ത മകൻ അബ്ദുള്ളയായിട്ട് ബന്ധപ്പെടണം. അപ്പൊ നാട്ടുകാർ പറയുന്നുണ്ടാവും, അബ്ദുള്ള തരാനുള്ള തന്നെ ആദ്യം തന്നാൽ മതി, എന്നിട്ടല്ല ഉപ്പാൻ്റെ. ഇങ്ങനെ പറഞ്ഞാൽ ഈ ഉപ്പ രക്ഷപ്പെടോ തോന്നുന്നുണ്ട്? അങ്ങനെ അതുമില്ല, രക്ഷപ്പെടുകയൊന്നും ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇയാൾ രക്ഷപ്പെടുന്ന തോന്നുന്നു ഇല്ല. ഈ അബ്ദുള്ള എന്ന് പറയുന്ന മകൻ എപ്പോഴാണോ ഉപ്പാന്റെ കടം വീട്ടുന്നത് അന്നാണ് ഉപ്പ രക്ഷപ്പെട്ട് തുടങ്ങുക. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കടം ഏറ്റെടുക്കുന്ന പോലെ അല്ല മരിച്ച ആളുടെ കടം ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. ഈ ഉസ്താദ്, ഞാൻ ഉസ്താദിന് ഒരു 5000 രൂപ കൊടുക്കാണ്ടെന്ന് വിചാരിക്കും. ഉസ്താദിനോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ നാട്ടിൽപ്പെട്ട ആരോ ചോദിച്ചു, എന്തെങ്കിലും മനസ്സ് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നു. മൂപ്പര് 5000 രൂപ തന്നു. ഓ ശരി മനസ്സിലായി, ഞാൻ കൊടുത്തോളാം, തീർന്നു, എന്റെ കേസ് തീർന്നു, നിങ്ങൾ കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, ഞാൻ രക്ഷപ്പെട്ടു. അതേസമയം മരിച്ച ആളുടെ ഏറ്റെടുക്കലോട് കൂടി വിടൂല, പ്രശ്നം തീരൂല. കൊടുത്തു കഴിയുമ്പോഴാണ് പ്രശ്നം തീരുക. കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കടമൊക്കെ വാങ്ങുന്നത് ഇപ്പൊ സിമ്പിളാണ്. ക്ഷമിക്കാൻ എന്താ ഒരു 5 റോളാക്കാൻ ഉണ്ടാവും, ചിക്കൻ റോളല്ല, ഒരു 5 റോളാക്കാൻ ഉണ്ടാവും. 5 പരമാവധി വാങ്ങാതിരിക്കുക. ചില ആൾക്കാരെ കല്യാണ സമയത്ത്, ഷോപ്പിൽ കാണുന്ന സമയത്ത്, വേറെ എന്തെങ്കിലും ഫംഗ്ഷന്റെ സമയത്തൊക്കെ കടം വാങ്ങുന്ന കാണുമ്പോൾ തന്നെ ചിരി വരുത്താം. കാരണം എന്തുകൊണ്ട്? ഇവർക്ക് വീട്ടാനുള്ള വഴി എന്തായാലും ഇല്ല. പക്ഷെ 5-6 ലക്ഷം കടം വാങ്ങുമ്പോഴും ഇവർ പറയല് 6 മാസം കൊണ്ട് തരാം. ഒരാളോട് 1 ലക്ഷം വാങ്ങിച്ചു, എപ്പോൾ തരാം? 6 മാസം കൊണ്ട് തരാം. മറ്റേ ആളോട് പറയുന്നത് 2 ലക്ഷം വാങ്ങിയിട്ട് 6 മാസം കൊണ്ട് തരാം. ഇയാൾക്ക് മാസത്തിൽ ശമ്പളം 10,000 രൂപ. ഇയാൾ 6 മാസം പണിയെടുത്താൽ കിട്ടല് 5 പൈസ ഒരു ചെലവിന് കൊടുക്കാണ്ട് നിന്നാത്തിന് കിട്ടല് 60,000 രൂപ. എന്നിട്ട് 6 ലക്ഷം കൊടുക്കല്. വീട്ടാനുള്ള വഴി കാണാതെ കടം വാങ്ങാൻ പറ്റുമോ ഇസ്ലാമില്? നിങ്ങൾ ആലോചിക്കുക. കടക്കാരനായിരിക്കെ, അവധി ഇറങ്ങിയ കടമായിരിക്കെ അയാൾ യാത്ര പോകാൻ പറ്റുമോ ഇസ്ലാമില്? വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ മരണപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിന്റെ അടുത്ത് നിന്ന് ചോദിക്കല്, ഇയാൾ കള്ളുടിച്ചിനോ, ഇയാൾ മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്തിനോ എന്നൊന്നും ചോദിക്കൂല. തങ്ങൾ ചോദിക്കല് ഹൽ അലൈഹി ദൈനുൻ, ഇയാൾക്ക് കടമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടാ, നിങ്ങൾ എന്നെ നിസ്കരിച്ചോളി, നിങ്ങൾ എന്നെ നിസ്കരിച്ചോളി. അങ്ങനെ പറയത്രേ. വളരെ ഗൗരവമുള്ള കാര്യമാണ് കടം എന്ന് പറയുന്നത്. കടമില്ലാതെ ജീവിക്കാൻ ശ്രദ്ധിക്കണം. ആരടുത്തെന്നെങ്കിലൊക്കെ നമ്മൾ കടം വാങ്ങിയാൽ പറഞ്ഞ ഡേറ്റിൽ കൊടുക്കണം. ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് കരുതാം, കുറി അടിച്ചിട്ടില്ല, പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാളോട് മാന്യമായിട്ട് പറയണം, നാളെയാണ് 10-ാം തീയതി, 10-ന് തരും എന്നാണ് ഞാൻ പറഞ്ഞത്, നിലവിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്, ഒരു 2-3 ദിവസം കൂടി ഒന്ന് ഡേറ്റ് നീട്ടി തന്നാൽ മാന്യമായിട്ട് പറയണം. ഇപ്പൊ കടം വാങ്ങിയ ആള് സൂപ്പറും, കൊടുത്ത ആള് വഷളത്തരുമാണ് ഇപ്പോഴത്തെ കാലം. ഇയാളെങ്ങാനും വാങ്ങിയ ആളോട് ചോദിക്കുകയാണ്, കൊടുത്ത ആള് നാളെയാണ് ഡേറ്റ്, എന്റെ ചങ്ങായി ഞാൻ 100 കണക്കിന് ആളോട് കടം വാങ്ങി, നിന്നോട് വാങ്ങി കുടുങ്ങിപ്പോയല്ലോ മോനെ, ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടോ മുങ്ങുന്നു ഈ പറയുന്നു. ഈ വർത്താനം കേട്ടാൽ ഇയാൾ അങ്ങോട്ടാ കൊടുത്തിരുന്നത്. അതിന് അങ്ങനെ പറയുന്ന ഇവനെ ഒരാഴ്ചത്തേക്ക് ചോദിക്കാണ്ടിരിക്കാൻ. അപ്പൊ ഒരു 15-ാം തീയതി ആയി, അല്ലെങ്കിൽ 20-ാം തീയതി ആയി. പിന്നെ ഇവൻ അങ്ങോട്ട് പിന്നെ ഷെബി പൈസ ഓർമ്മ ഉണ്ടട്ടാ, എന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട്, ഞാൻ പിന്നെ വേറെ എന്തെല്ലാം ഒരു തിരക്കിലായി പോയിട്ടാണ്. അതിന് 2 ആഴ്ചത്തേക്കുള്ള ഡയലോഗ് നടന്നു.